ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? നമ്മളങ്ങനെ നാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന വീഡിയോ ആണ് ഇടുന്നത്. അങ്ങനെ നമ്മൾ എല്ലാം പാക്കൊക്കെ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഫുഡെല്ലാം റെഡിയാക്കി നമ്മളങ്ങനെ പോവാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട്. നമ്മൾ പോകുന്നത് കുണ്ട്ര റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടെ നിന്ന് പിന്നെ കൊല്ലത്തു നിന്നാണ് നമുക്ക് ട്രെയിന്. അങ്ങനെ നമ്മൾ കുണ്ട്ര റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ ഈ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില യാത്രകൾ നമുക്ക് സന്തോഷം തരുന്നതും ചിലത് നമുക്ക് ദുഃഖവുമാണ്. ഇപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു മാസം നാട്ടിൽ നിന്ന് എല്ലാവരെയും വിട്ടപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ യാത്ര എന്ന് പറയുന്നത് ചെറിയ വിഷമമുള്ളതാണ്. അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു വിഷമത്തിലൊക്കെ പോവുകയാണ്. സേറയാണെങ്കിൽ നല്ല വിഷമത്തിലാണ്, അപ്പച്ചനും അമ്മച്ചിയൊക്കെ വിട്ടു പോകുന്ന ഒരു വിഷമത്തിലാണ്. ഇപ്പോൾ ആകെ മൂട് മാറി നിൽക്കുകയാണ്, കരയുന്നുണ്ട്. നമ്മളൊക്കെ പിന്നെ വിഷമമൊക്കെ ഉള്ളിൽ ഒതുക്കി നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇങ്ങനെ വരുന്നുണ്ട്. അതിങ്ങനെ നമ്മളെ വരവേൽക്കാനായിട്ട് നമ്മൾ ട്രെയിന് എത്തി. എന്തായാലും നമ്മളതിനകത്ത് കയറുകയാണ്. ഈ ട്രെയിൻ നമുക്ക് കൊല്ലത്ത് നിന്ന് മുംബൈ വരെ ഉണ്ട്. നേത്രാവതി എക്സ്പ്രസ് ആണ്. നമ്മൾ സ്ഥിരം പോയി വരുന്ന ട്രെയിനാണ്. അപ്പം നമുക്ക് ഈ യാത്രയിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെച്ച് മുംബൈയിലേക്ക് ഒന്ന് പോയാലോ. ഇത് നമ്മുടെ സ്റ്റാർട്ടിങ് ട്രിവാൻഡ്രത്ത് നിന്നായിട്ട് ഇപ്പോൾ തിരക്കൊക്കെ കുറവാണ്. അപ്പോൾ നമ്മളാണ് സ്റ്റാർട്ടിങ്ങൊക്കെ. എന്തായാലും നമ്മൾ കയറുവാണ്. അങ്ങനെ നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഒരു ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇനി അടുത്ത ലീവ് വരുമ്പോൾ നമുക്ക് കാണാമെന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് നമ്മളങ്ങനെ കൊല്ലത്തുനിന്ന് യാത്ര തിരിക്കുകയാണ്. ഇനി നമുക്ക് ട്രെയിനിലുള്ള വിശേഷങ്ങളും ട്രെയിനിൽ നിന്ന് കണ്ട കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മുംബൈയിലോട്ട് പോകാം. ഇപ്പം നമുക്കും പോകാൻ താല്പര്യമൊന്നുമില്ല, നമ്മൾ ജീവിക്കണ്ടേ, ആ ഒരു ലക്ഷ്യത്തിലൊക്കെ ഞാൻ പോവുകയാണ്. ഇപ്പം പിന്നെ നാട്ടിൽ നിന്നിട്ടും കാര്യമൊന്നുമില്ല, നമുക്ക് ജീവിക്കണമെങ്കിൽ പുറത്ത് പോയാലേ പറ്റത്തുള്ളൂ. ആ ഒരു സമാധാനം വെച്ചുകൊണ്ടാണ് നമ്മൾ പോണത്. നമ്മൾ ഈ ട്രെയിനിൽ പോകുമ്പോഴാണ് ഈ കേരളത്തിൻ്റെ യഥാർത്ഥ ഭംഗിയൊക്കെ നമുക്ക് ഈ ആസ്വദിച്ച് പോകാൻ കഴിയുന്നത്. അതൊക്കെ തന്നെ നമുക്ക് പിന്നീട് ഓർക്കുമ്പോഴൊക്കെ വളരെ വിഷമമാണ്. എന്തായാലും നമുക്ക് ഈ ഭംഗിയൊക്കെ ആസ്വദിച്ചൊന്ന് പോകാം. ട്രെയിനാണെങ്കിൽ ഇപ്പോൾ ഫുള്ള് കാര്യമാണ്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഓടിക്കളിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലവും സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. എന്താ ഭംഗിയല്ലേ കാണാനൊക്കെ പുറത്ത്. അതുപോലെ നമ്മൾ ഈ കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ ഏകദേശം നാളെ വൈകിട്ടാകുമ്പോഴത്തേന് മുംബൈ എത്തും. ഒരു ദിവസത്തെ യാത്രയാണ് മൊത്തത്തിൽ. അങ്ങനെ ചായയും കാപ്പിയൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി. മാക്സിമം ഇതൊക്കെ വാങ്ങിച്ച് കുടിക്കാതിരിക്കുന്നതാണ് നല്ലത്. വെറും വാട്ടച്ചയൊക്കെയാണ്, ഒരു ഗ്ലാസ് പോലും തരത്തില്ല. ഇപ്പോൾ ട്രെയിനിൽ ആൾ വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മുടെ പിള്ളേർ മൊത്തത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. അവരുടെ കളിയും ബഹളമൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി ഇവരെ അങ്ങനെ എത്തിക്കുന്നതാണ് നമ്മുടെ മെയിൻ ടാസ്ക്. അവരടങ്ങി എങ്ങും ഇരിക്കത്തില്ല. ഇപ്പോൾ ഏകദേശം എറണാകുളം എത്താറായി. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. രാവിലെ പൊതിച്ചോറൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പൊതിച്ചോറ് കഴിക്കുന്നതിന് നമുക്കൊരു പ്രത്യേക സുഖമാണ്. കാരണം മീൻ പൊരിച്ചതും ചമ്മന്തിയും മോരും നമുക്ക് എപ്പോഴും ഇങ്ങനെ കഴിക്കാൻ കിട്ടാറില്ലല്ലോ. ഇങ്ങനെ യാത്രയ്ക്കൊക്കെ പോകുമ്പോഴേ കിട്ടാറുള്ളൂ.
ഇപ്പോൾ നമ്മൾ ഏകദേശം കോഴിക്കോട് എത്തിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾ അവരുടെ കളിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കേരളത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ കടലും കായലും തോടും നദിയും പാടങ്ങളും എല്ലാം കാണാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ കേരളത്തിലൂടെയുള്ള യാത്ര നമുക്കധികം ബോറ് അടിക്കാറില്ല, നല്ല ടൈം പാസ്സാണ്. നമ്മൾ നേരത്തെ ട്രെയിനിൽ കയറി ചായ ഒന്നും കുടിക്കണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്തായാലും നമ്മൾ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വാങ്ങിച്ച് കുടിക്കുകയാണ്. നമ്മുടെ പാതി ഗ്ലാസ് പോലും ഇല്ല, 10 രൂപയാണ്. അതും ഒരു ടേസ്റ്റൊന്നും ഇല്ല. പിന്നെ നമുക്ക് ചെറിയ തലവേനൊക്കെ എടുക്കുന്നുണ്ട് വാങ്ങിച്ച് കുടിച്ചതാണ്. അങ്ങനെ നമ്മൾ ഏകദേശം കേരളമൊക്കെ ക്രോസായി ഇപ്പോൾ വേറെ സ്റ്റേറ്റിലൂടെയൊക്കെ ഇങ്ങനെ പോവുകയാണ്. അവിടെ ഇത് മലനിരകളും കാടൊക്കെയാണ് മൊത്തം. നമുക്ക് അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം. ഇവിടെയൊക്കെ നല്ല മഴ ആയതുകൊണ്ട് ഇപ്പം നല്ല പച്ചപ്പൊക്കെയാണ്, അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണിപ്പം. അങ്ങനെ ഒരു സ്റ്റേഷൻ എത്തി. നമ്മൾ പുറത്തുനിന്ന് 2 ചായ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ആ ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ എനിക്ക് പിടിക്കാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്ക് ചെറുതാണ്. അങ്ങനെ വാങ്ങിച്ച് ഇഞ്ചി ചായയൊക്കെ ആണെന്ന് പറഞ്ഞാണ് തന്നത്. പക്ഷേ ഇഞ്ചിയുടെ ഒരു അംശം പോലും അതിനകത്തില്ല. അങ്ങനെ അതിനകത്ത് കച്ചവടക്കാരൊക്കെ വന്ന് കുട്ടികളുടെ സ്ലൈഡും പോയൊക്കെ കൊണ്ടുവന്ന് നമ്മളതിൽ നിന്ന് റോസാപ്പൂക്കെ എടുത്ത് ഇങ്ങനെ വെറുതെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ കുറേ ടൈം പാസ്സൊക്കെ ചെയ്ത് അങ്ങനെ നമ്മളിപ്പോൾ ഇറങ്ങാനുള്ള സ്റ്റേഷൻ എത്താറായി. അപ്പം നമ്മൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷൻ എത്തി. നമ്മളിവിടെ ഇറങ്ങി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വാച്ചിങ്.